ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ ഉടനെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ അനന്തപുരിയിൽ അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയം നടത്താനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തുടങ്ങിയിരിക്കുകയാണ്. എന്നാൽ ആ നിശ്ചയ ദിവസം പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നുമില്ല. വിവാഹ നിശ്ചയം മുടങ്ങുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ജലജ ചില സത്യങ്ങളൊക്കെ അവിടെ വിളിച്ചു പറയുകയും ചെയ്യുകയാണ്. ശരിക്കും ജലജയും നാഗേന്ദ്രനും തമ്മിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് അവിടെ ഉള്ളവർക്ക് ആർക്കും അങ്ങനെ അറിയില്ല. മക്കളായ അവന്തികയ്ക്കും അബിക്കും അതുപോലെ തന്നെ ആദർശനും അനിക്കും ഒന്നും തന്നെ ആ സംഭവങ്ങളെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. കാരണം അബിക്കും അവന്തികയ്ക്കും ആദർശനും അനിക്കും ഒക്കെ ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇവരെ ഉപേക്ഷിച്ച് പോയ ആളാണ് നാഗേന്ദ്രൻ. എന്തായാലും വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ചില സംഭവങ്ങളൊക്കെ അനന്തപുരിയിൽ നടന്നുകൊണ്ടാണ് നാഗേന്ദ്രൻ അന്ന് തറവാടിനെയും ഭാര്യനെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ച് പോയത്. മുത്തശ്ശൻ തന്നെ തറവാടിനെ അടിച്ച് പുറത്താക്കിയതുകൊണ്ട് ജലജയും നാഗേന്ദ്രൻ തമ്മിൽ പിന്നീട് കാണുകയോ സംസാരിക്കുകയോ ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടുമില്ല. എന്നാൽ അവിടുന്ന് പോയ നാഗേന്ദ്രൻ തിരിച്ചൊരു കോടീശ്വരനായി എത്തിയെന്ന് അറിഞ്ഞിട്ട് പോലും ജലജയ്ക്ക് അയാളെ അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ ഭർത്താവിന്റെ സ്ഥാനത്ത് കാണാനോ ഒന്നിനും തന്നെ താല്പര്യമില്ല. അയാളുടെ പേര് കേൾക്കുന്നത് പോലും ഇഷ്ടമില്ല. അയാളോട് അത്രയ്ക്ക് വെറുപ്പാണ് നമ്മുടെ ജലജയ്ക്ക്. അച്ഛനും അമ്മയും ഇങ്ങനെ തെറ്റിപ്പിരിയാൻ എന്താണ് കാരണം, എന്താണ് അന്ന് സംഭവിച്ചതെന്നൊക്കെ അവന്തിക അന്വേഷിക്കുമ്പോൾ ജലജ അവന്തികയോട് ദേഷ്യപ്പെട്ട് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അയാൾ നിന്റെ അച്ഛനല്ല, അയാളെ നീ അച്ഛാന്ന് വിളിക്കുകയും വേണ്ട, അയാളെ കാണാനും ശ്രമിക്കേണ്ട എന്നുള്ള രീതിയിലാണ് നമ്മുടെ ജലജ എന്ന അവന്തികയോട് മറുപടി പറഞ്ഞത്. ആബിക്കും ഒക്കെ ഒരു ചെറിയ സംശയമുണ്ട്. എന്തുകൊണ്ടാണ് അമ്മ അയാളെ ഇങ്ങനെ ഭയക്കുന്നതെന്നും അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അമ്മ എന്തിനാണ് ഇത്ര ദേഷ്യം കാണിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു സംശയം അവരുടെ മനസ്സിലുണ്ട് കേട്ടോ. അത് ചോദിച്ചിട്ടും കാര്യമൊന്നുമില്ല. തറവാട്ടിലുള്ള ആരോട് ചോദിച്ചാലും അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് അവരോട് പറയാനും പോകുന്നില്ല. അതുകൊണ്ട് അവർ അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കാനാണ് തീരുമാനിക്കുന്നത്. എന്നാൽ അവന്തികയോട് ജലജ പറഞ്ഞ കാര്യമുണ്ടല്ലോ, നാഗേന്ദ്രയല്ല അവന്തികയുടെ അച്ഛൻ എന്നുള്ള കാര്യം, ആ കാര്യങ്ങളൊക്കെ അവന്തിക ചെന്ന് നാഗേന്ദ്രൻ്റെ അടുത്തും പറയുന്നുണ്ട്. അങ്ങനെ നാഗേന്ദ്രയും ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിയുകയാണ് കേട്ടോ. ഇത്രയും നാളും നാഗേന്ദ്രയും വിചാരിച്ചിരുന്നത് അവന്തികയും അബിയും തൻ്റെ മക്കൾ തന്നെയാണെന്നാണ്. എന്നാൽ ഇപ്പം അവന്തികയ്ക്ക് ജന്മം നൽകിയത് മറ്റൊരു പുരുഷനാണെന്നുള്ള കാര്യങ്ങൾ അറിയുമ്പോഴേക്കും നാഗേന്ദ്രയ്ക്കും അത് ഭയങ്കര ഷോക്കാണ് കേട്ടോ. അവസാനം തൻ്റെ മക്കൾ നാഗേന്ദ്രയുടെ വലയിൽ ആകപ്പെട്ടു എന്ന് മനസ്സിലാവുമ്പോഴേക്കും ജലജ അവിടെ സത്യങ്ങളെല്ലാം തന്നെ പുറത്ത് പറയുകയാണ് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ അനന്തപുരിയിൽ അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയം നടക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നവീൻ്റെ മുത്തശ്ശനും അമ്മയൊക്കെ അറിയുകയാണ് കേട്ടോ. അപ്പോൾ അവരാ കാര്യങ്ങളൊക്കെ അങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അനിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഉടനെ തന്നെ നവീൻ്റെ വിവാഹം കൂടി നടത്തണമെന്നാണ് അവർ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. നവീൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വരാറായി. അതിന് മുമ്പായിട്ട് തന്നെ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് വിവാഹം വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ നവീൻ വേറൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ വരുന്ന വിവാഹാലോചനകളൊന്നും തന്നെ സമ്മതിക്കുന്നുമില്ല. എന്നാൽ നവീൻ്റെ അമ്മ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, പോലീസോ വക്കീലെ പോലുള്ള ജോലി ചെയ്യുന്ന പെൺകുട്ടികളെ ആരെയും മകന് വിവാഹം കഴിപ്പിക്കാൻ സമ്മതിക്കുകയല്ലെന്ന്. അവസാനം നവീൻ്റെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ അവർ മുട്ടുകുത്തുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വാശിയും കൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ, നീ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ തന്നെ നമുക്ക് കണ്ട് ആ പെൺകുട്ടിയുമായിട്ട് സംസാരിച്ച് വിവാഹ നിശ്ചയം നടത്തി വെക്കാം എന്നൊക്കെ ഇങ്ങനെ നവീൻ്റെ അമ്മ പറയുകയും ചെയ്യുന്നുണ്ട്. അവസാനം തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം നടക്കാൻ പോവുകയാണെന്നുള്ളൊരു സന്തോഷമാണ് നവീൻ്റെ മനസ്സിലും. നവീൻ്റെ മനസ്സിൽ നന്ദു ആണെന്നും അനി അവന്തിയെ വിവാഹം കഴിച്ചാൽ മാത്രമേ അവരുടെ റൂട്ട് ക്ലിയർ ആകുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നവീൻ പറയുകയാണ്. എന്തായാലും ഈ ഒരു വിവാഹ നിശ്ചയം നടത്തേണ്ടത് ഇയാളുടെ ആവശ്യമാണെന്നും വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കലങ്ങി മറിയുമെന്നും ഇവർക്ക് കിട്ടാനുള്ള കോമ്പൻസേഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമില്ലാതെ പോകുമെന്നും അതിന് കിട്ടുമോ കിട്ടാതിരിക്കുകയോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെയുള്ള കാര്യം വേണുവിന് മനസ്സിലാവുകയാണ്. നവീൻ നിങ്ങൾക്കുള്ള നഷ്ടപരിഹാരം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറയുന്നുണ്ടെങ്കിലും അത് വിശ്വസിക്കാൻ അവർക്ക് അങ്ങോട്ടേക്ക് ആകുന്നില്ല കേട്ടോ. നവീൻ്റെ മുത്തശ്ശനും അനന്തപുരിയിലെ മൂർത്ത മുത്തശ്ശനും തമ്മിലുള്ള ടൈപ്പും അവർ തമ്മിലുള്ള സൗഹൃദവും എല്ലാം ഇവർക്ക് അറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ട് തന്നെ വേണു ഇതൊരു ചതിയാണെന്നുള്ള കണക്കുകൂട്ടലിൽ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് രേവതിയോടും അതുപോലെ അനാമികയോടും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് നവീൻ വക്കീലിൻ്റെ വീട്ടിലെ സംസാരവും ഒരു വിവാഹാലോചനയെ പറ്റിയായിരുന്നു മോളെ. മിക്കവാറും അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നവീൻ വക്കീലിൻ്റെയും നന്ദുവിൻ്റെയും വിവാഹ നിശ്ചയം നടത്താനുള്ള തീരുമാനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അയാൾ പറഞ്ഞ കാര്യം അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. അതുപോലെ നമുക്ക് കിട്ടിയ മെസ്സേജും വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഭാഗം നമ്മൾ തന്നെ ക്ലിയർ ചെയ്യണം മോളെ. ഇതിന് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ അവരുടെ റൂട്ടൊക്കെ ക്ലിയർ ആകും. പിന്നെ കറിവേപ്പില പോലെ നമ്മളെ എടുത്ത് കളയാനല്ലേ അവർ നോക്കുകയുള്ളൂ. ആ സമയത്ത് അവർ ഒറ്റക്കെട്ടാകും. നമ്മളെ അന്ന് അവർ കോടതിയിലിട്ട് എന്തോരം ബുദ്ധിമുട്ടിച്ചതാ, എന്തോരം നാണം കെടുത്തിയതാ, അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ മോളെ. അതുകൊണ്ട് ഇങ്ങനൊരു പ്രലോഭനങ്ങളിൽ നമ്മൾ വീഴാതിരിക്കുന്ന നല്ലത്. എന്തായാലും ഈ വിവാഹ നിശ്ചയം നടത്താൻ നമ്മൾ സമ്മതിക്കരുത് മോളെ. എന്തായാലും നമുക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരം കിട്ടിയതിന് ശേഷം മാത്രം അവൻ വേറെ വിവാഹ നിശ്ചയം നടത്തിയാൽ മതി, വേറെ വിവാഹം കഴിച്ചാൽ മതി. ഇപ്പം നമ്മളോട് സൗഹൃദം കാണിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ആരും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല മോളെ.
അതുകൊണ്ട് നാളെ തന്നെ നമുക്ക് ആ വിവാഹ നിശ്ചയം മുടക്കണം. നമുക്ക് അവനെതിരെ കേസ് കൊടുക്കണം. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്താൽ പിന്നെ ആ വിവാഹ നിശ്ചയം നടക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അവർ ആലോചിച്ചൊരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ. പിന്നെ വിവാഹ നിശ്ചയം പറഞ്ഞതുപോലെ നടക്കാതെ വരുമ്പോഴേക്കും അത് മൂർത്തിക്കും കുടുംബത്തിനും വലിയൊരു നാണക്കേടാകും. അങ്ങനെയുള്ളപ്പം അവർ ഈ നഷ്ടപരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കും മോളെ. അവർ നമ്മുടെ വഴിക്ക് തന്നെ വരികയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ വീണും അനാമയും കൂടി തീരുമാനം എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നിശ്ചയ ദിവസം രാവിലെ അനിയും അവന്തിയൊക്കെ റെഡിയായി താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. എങ്ങനെയെങ്കിലും ഈ വിവാഹ നിശ്ചയം മുടങ്ങണം, അത് മാത്രമേ ഉള്ളൂ നവ്യയുടെ മനസ്സിൽ. അവന്തികയെക്കുറിച്ച് അഭി പറഞ്ഞ കാര്യങ്ങളെല്ലാം നവ്യ ഇടയ്ക്കിടെ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിവാഹ നിശ്ചയം മുടക്കാൻ വേറൊരു മാർഗവും ഇല്ലല്ലോ ഈശ്വര. അവന്തികയെ പോലെ ഒരു പെണ്ണിന്റെ കഴുത്തിൽ ഒരിക്കലും അനിയെപ്പോലെ ഒരു പയ്യൻ താലി കെട്ടാൻ പാടില്ല. അനി ഒരു പാവമാണ്, അവന്റെ മനസ്സിൽ ഒരു കള്ളത്തരവും ഇല്ല. അതുപോലെ തന്നെ എൻ്റെ നന്ദുവും അനിയും തമ്മിലുള്ള ഇഷ്ടം അതിപ്പോഴും പഴയതുപോലെ തന്നെ. അവർ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലാണ്. അവർ രണ്ടുപേരുമാണ് ഒന്നിക്കേണ്ടത്. അവരുടെ വിവാഹ നിശ്ചയമാണ് നടക്കേണ്ടത്. അല്ലാതെ കളവും ചതിയും വഞ്ചനയൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഇവളെപ്പോലെ ഒരുത്തി അല്ല അവന്റെ ഭാര്യയായിട്ട് വരേണ്ടത്. അനിയും നന്ദുവാണ് ഒന്നിക്കേണ്ടത്. അവരുടെ സ്നേഹമാണ് ഇവിടെ പൂവണിയേണ്ടത്. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഉടനെ ഇവരുടെ വിവാഹ നിശ്ചയമാണ്. വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവര് വിവാഹം നടത്തിയേ അടങ്ങുള്ളൂ. വിവാഹ നിശ്ചയം പാതി വിവാഹമാണെന്നാണല്ലോ ഇവിടെയുള്ള കാരണവരുൾപ്പെടെ എല്ലാവരും പറയുന്നത്. അങ്ങനെയുള്ളപ്പം ഈ വിവാഹ നിശ്ചയം നടന്നാൽ ഉറപ്പായും അത് വിവാഹത്തിലെത്തും. ഈ വിവാഹ നിശ്ചയം നടന്നാൽ വിജയിക്കുന്നത് അവന്തികയും അഭിയും ആ നാഗേന്ദ്രയും ഡേവിഡും ഒക്കെയാണ്. അതൊരിക്കലും നടക്കാൻ പാടില്ല. ഇനി ഈ തറവാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ വിവാഹ നിശ്ചയം നടക്കാൻ പാടില്ല എന്നൊക്കെ നവി ഇങ്ങനെ ഉറച്ച തീരുമാനം എടുക്കുകയാണ്. എന്നാൽ ഈ വിവാഹ നിശ്ചയം മുടക്കാൻ അനാമയ്ക്ക് മാത്രമേ ഇപ്പോൾ കഴിയുള്ളൂ. അവക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് അയച്ചിട്ട് അതിനൊരു റീപ്ലൈ ഇല്ല, അവരോട്ട് റെസ്പോൺസ് ചെയ്തുമില്ല. ഈ വിവരം അറിഞ്ഞ അവരിവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ഇത്രയും നേരമായിട്ടും അവരെന്താ ഇങ്ങോട്ടേക്ക് വരാത്തത്? ഇതേപ്പറ്റി അവരെന്താ അന്വേഷിക്കാത്തത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണുവും അയാളുടെ കുടുംബമൊക്കെ ഓടിയെത്തേണ്ടതാണല്ലോ. എന്നിട്ടും അവരെന്തുകൊണ്ടായിരിക്കും വരാത്തത്? എന്തായാലും ഒരു മെസ്സേജും കൂടി അയച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും നവ്യ അനാമിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയാണ് കേട്ടോ. ഈ വിവാഹ നിശ്ചയം ഒരു ചതിയാണെന്നും ഈ വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരം കിട്ടാൻ പോകുന്നില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഇനി വളരെ അതുകൊണ്ട് കാര്യമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ അനാമികയുടെ ഫോണിലേക്ക് ഈ ഒരു മെസ്സേജ് വരുമ്പോഴേക്കും തന്നെ അനാമിക വീണ്ടും അത് വേണുവിനെയും രേവതിയും കാണിക്കുകയാണ് കേട്ടോ. അച്ഛാ ഇത് നോക്കിക്കേ, വീണ്ടും ഒരു അജ്ഞാത മെസ്സേജ് വന്നേക്കുന്നു. അനന്തപുരിയിൽ വിവാഹ നിശ്ചയം ഉടനെ നടക്കുമെന്നും ഇപ്പൊ നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് തീരാ നഷ്ടമായിരിക്കും എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് വന്നേക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അച്ഛാ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് പോയി ഒരു പരാതി കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് നേരെ അനന്തപുരിയിലേക്ക് ചെന്നാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അനാമിക. അപ്പോൾ വേണു പറയുന്നുണ്ട്, അതിനെന്താ മോളെ, ഞാൻ അക്കാര്യം മോളോട് പറയാൻ വരികയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. നമ്മൾ അവർ ഇത്രത്തോളം ഉപദ്രവിച്ചില്ലേ മോളെ, നമുക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരം തന്നിട്ടുമില്ല. അതെന്തായാലും ഇന്ന് ചോദ്യം ചെയ്തിട്ടേ ഉള്ളൂ കാര്യം. മോളിപ്പോൾ തന്നെ റെഡിയായിക്കോ, നമുക്ക് നേരെ സ്റ്റേഷനിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും റെഡിയായി നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാട്ടോ. നന്ദുവിന്റെ മുമ്പിൽ ചെന്നിട്ടാണ് ഈ ഒരു പരാതിയൊക്കെ കൊടുക്കുന്നത്. നന്ദു ആണല്ലോ ഇപ്പൊ സ്ഥലം എസ് ഐ. അപ്പൊ നന്ദു ആണെങ്കിലും ആകെ അനിയുടെ വിവാഹ നിശ്ചയം നടക്കാൻ പോവുകയാണല്ലോ. അവന്തിയുമായിട്ടാണല്ലോ വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നത്. ഇത്രയും നാൾ കാത്തിരുന്നിട്ടും ഇത്രയധികം പ്രശ്നങ്ങൾ രണ്ട് കുടുംബങ്ങളിൽ ഉണ്ടായിട്ടും ഇവരുടെ കാര്യത്തിൽ മാത്രം ആരും ഒരു കറക്റ്റായിട്ട് തീരുമാനം എടുത്തില്ല. ഇവരൊന്നിക്കുന്നതോട് ആരും ഒരു താല്പര്യം കാണിക്കുന്നില്ല. അച്ഛനും അമ്മയാണെങ്കിൽ പോലും എൻ്റെ മനസ്സ് ഒന്ന് കാണാൻ പോലും ശ്രമിക്കുന്നില്ലല്ലോ. എനിക്ക് അനിയെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടാൻ പോവുകയാണല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് നന്ദു. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ അനാമികയും വേണും കൂടി അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഇതുപോലൊരു പരാതി ഇങ്ങനെ കൊടുക്കുന്നത്. ആ സമയത്ത് വേണു പറയുന്നുണ്ട്, എന്തായാലും ഈ വിവാഹ നിശ്ചയം നടക്കുന്നത് മേഡത്തിനും അത്ര ഇഷ്ടമുള്ള കാര്യമല്ലെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. ഈ വിവാഹ നിശ്ചയം നടന്നാലും ഞങ്ങൾക്ക് അത്ര പ്രശ്നമൊന്നുമില്ല. അവൻ്റെ കൂടെ ജീവിക്കണമെന്ന് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ ഞങ്ങൾക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ആ കേസ് കോടതിയിൽ നടക്കുമ്പോൾ രഹസ്യമായി വിവാഹ നിശ്ചയം നടത്തുന്നത് തെറ്റില്ല മേഡം. അതുകൊണ്ടാണ് ഞങ്ങളൊരു പരാതി തരാൻ വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ലീഗലായിട്ട് ഒരു പരാതി എഴുതി കൊടുക്കുകയാണ് നമ്മുടെ നന്ദുവിന്റെ കയ്യിൽ. പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. അവിടെ വിവാഹ നിശ്ചയം ഉടനെ തന്നെ നടക്കും. മോതിരം മാറുന്നതിന് മുമ്പായിട്ട് തന്നെ ആ വിവാഹ നിശ്ചയം എങ്ങനെയെങ്കിലും തടയണം എന്നൊക്കെ പറയുകയാണ് അനാമിക. ഞങ്ങൾക്ക് തരാനുള്ള നഷ്ടപരിഹാരം തന്നിട്ട് അവരാര് വിവാഹം കഴിച്ചാലും ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല മേഡം. എന്തായാലും ഇപ്പം മേഡം ഉടനെ ഒരു ആക്ഷൻ എടുക്കണം എന്നൊക്കെ രണ്ടുപേരും കൂടെ പറയുകയാണ്. എന്തായാലും നന്ദുവിന് ഇങ്ങനൊരു പരാതി കിട്ടിക്കഴിയുമ്പം അതിലൊരു അന്വേഷണം നടത്താതിരിക്കാനും സാധിക്കില്ലല്ലോ. ഇനിയിപ്പോൾ നിയമവിരുദ്ധമായി ഇങ്ങനൊരു കാര്യം നടക്കുമ്പം അത് ചോദ്യം ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. പരാതിയൊക്കെ കൊടുത്തതിന് ശേഷം അനാമിക വേണുവും അതുപോലെ രേവതിയൊക്കെ കൂടി നേരെ അനന്തപുരിയിലേക്ക് കയറി ചെല്ലുക കേട്ടോ. അപ്പോൾ അവരോട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എല്ലാവരും ഒരുങ്ങി റെഡിയായി ഇരിക്കുകയാണ്.
അനിയും അവധിയൊക്കെ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് അതുപോലെ തന്നെ എല്ലാവരും ആ തറവാട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് സന്തോഷത്തോടെ. അതുപോലെ തന്നെ വിവാഹ നിശ്ചയം നടത്താനായിട്ട് അമ്പലത്തിൽ നിന്ന് പൂജാരിയും ഒക്കെ വന്നിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു വിവാഹ നിശ്ചയം നടത്തുന്നതിന് മുമ്പായിട്ട് മുത്തശ്ശന് കുറച്ച് കാര്യങ്ങളും പൂജയൊക്കെ നടത്തുകയും ചെയ്യുകയാണ് കേട്ടോ അവിടെ. അപ്പോൾ ആ പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമികയും വേണും രേവതിയും കൂടെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയും നിങ്ങൾ എന്ത് തോന്നിയാസാടോ ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവിടെ വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അനന്തപുരിയുടെ അന്തസ്സിനെയും അതുപോലെ അഭിമാനത്തെയൊക്കെ ചോദ്യം ചെയ്ത് വേണു കുറേ കാര്യങ്ങൾ അവിടെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. നിയമപരമായിട്ട് എൻ്റെ മകളുടെ ഭർത്താവാണ് ഇപ്പോഴും അനി. അങ്ങനെയുള്ളപ്പോൾ മറ്റൊരു വിവാഹം നടത്താൻ പാടില്ലെന്നുള്ളതൊക്കെ അറിയാമല്ലോ. എന്നിട്ടും നിങ്ങൾ രഹസ്യമായിട്ട് ഇങ്ങനെ വിവാഹം നടത്തുന്നത് ശരിയാണെന്നൊക്കെയാണ് നമ്മുടെ വേണു ചോദിക്കുന്നത്. എന്തായാലും എല്ലാവരുടെ മുമ്പിൽ വെച്ച് മുത്തശ്ശനെ ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശനും നല്ല ദേഷ്യം വന്നിട്ട് മുത്തശ്ശൻ വേണുവിൻ്റെ കവളിട്ട് തന്നെ ഒരെണ്ണം പൊട്ടിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിലുള്ള സംസാരം വലിയ വാക്കുതർക്കത്തിലേക്കൊക്കെ ആവുകയാണ്. അങ്ങനെ അവിടെ കൂടി എല്ലാവർക്കും അത് ഭയങ്കര ഷോക്കാവുന്നുണ്ട്. അവിടെ നവീൻ വക്കീലും ഉണ്ട് കേട്ടോ. സ്വന്തം റൂട്ട് ക്ലിയർ ചെയ്യാൻ കൂടെ നിൽക്കുന്നവരുടെ കുതികാല് വരെ വെട്ടുന്നവർ ഇക്കൂട്ടത്തിലുണ്ടെന്നും പറഞ്ഞ് നവീൻ വക്കീലിട്ടും ഒരു കൊട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അനന്തപുരിയിലുള്ള എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മുത്തശ്ശനെ അവഹേളിച്ച് സംസാരിക്കുകയാണ് വേണു. ആ ഒരു സമയത്ത് അവന്തികയ്ക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഈ വിവാഹ നിശ്ചയം മുടങ്ങിപ്പോവോ, ഇനി അനിയേട്ടനുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടക്കാതെ പോവോ, ഈ വിവാഹ നിശ്ചയത്തിന്റെ കാര്യം പറഞ്ഞ് അനാമികയും വേണുവും രേവതിയും ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചല്ല. അതുകൊണ്ട് തന്നെ ഈ വിവാഹ നിശ്ചയം മുടങ്ങുമെന്നുള്ളൊരു പേടിയാണ് അവന്തികയുടെ മനസ്സിൽ. എന്നാൽ അനിക്ക് മനസ്സിൽ സന്തോഷമാണ്. അനിക്കും നവ്യയ്ക്കും അവർ രണ്ടുപേരുമാണല്ലോ ഈ വിവാഹ നിശ്ചയം നടക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവര്. അപ്പൊ അവർക്കത് ഒരുപാട് ഗുണം ചെയ്യുകയാണ്. ഈ വിവാഹ നിശ്ചയം മുടങ്ങിയല്ലോ എന്നോർത്ത് അവർ രണ്ടുപേരും മനസ്സിൽ ഒരുപാട് ആഹ്ലാദിക്കുന്നുണ്ട്. എന്നത് പുറത്ത് കാണിക്കുന്നില്ലെന്ന് മാത്രം. എന്തായാലും മുത്തശ്ശനും ജയനും അജയനും ആദർശും ജലജയൊക്കെ കൂടി വേണുവിനോടും അനാമികയോടും രേവതിയോടും ഒക്കെ ഈ തറവാട്ടിൽ തന്നെ ഇറങ്ങി പോകാനൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വിവാഹ നിശ്ചയം പറഞ്ഞ സമയത്ത് തന്നെ നടക്കും. എന്തായാലും ഈ വിവാഹ നിശ്ചയം നടത്തിയേ പറ്റുള്ളൂ അച്ഛാ. എൻ്റെ മോൾ ഒരുപാട് ആഗ്രഹിച്ചത് ആനിയുമായിട്ടുള്ള ജീവിതം. അതുകൊണ്ട് എൻ്റെ മോളുടെ ആഗ്രഹം നടക്കാതെ പോകരുത്. മുഹൂർത്ത സമയം കഴിയാറായി. മുഹൂർത്ത സമയം കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവരുടെ മോതിരമാറ്റ ചടങ്ങ് നടത്തണം വെച്ചാ. അത് എത്രയും പെട്ടെന്ന് നടക്കണം എന്നൊക്കെ പറഞ്ഞ് മോതിരമാറ്റ ചടങ്ങൊക്കെ നടത്താൻ ഒരുങ്ങുകയാണ് അവര്. അപ്പൊ അനാമികയും വേണുവിനെയും രേവതിയൊക്കെ നിഷേധിച്ചുകൊണ്ട് തന്നെ മോതിരമൊക്കെ എടുത്ത് രണ്ടുപേരുടെയും കയ്യിൽ കൊടുക്കുന്നുണ്ട്, റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവർ റിംഗ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പോകുമ്പോഴാണ് അങ്ങോട്ടേക്ക് പോലീസ് വണ്ടി വരുന്നതും നന്ദു നല്ല മാസമായിട്ട് അവിടെ ഇറങ്ങി വരികയും ചെയ്യുന്നത്. അപ്പം നന്ദു അങ്ങോട്ടേക്ക് വരുന്ന കാണുമ്പോഴേക്കും കനയ്ക്കും ഗോവിന്ദനും ഒക്കെ ടെൻഷൻ ആവുന്നുണ്ട്. ഇവളെന്താ ഈ സമയത്ത് ഇവിടെ എന്നൊക്കെ ഇങ്ങനെയുള്ള രീതിയിൽ എല്ലാവരും നോക്കുകയാണ്. അപ്പോൾ കനകയും ഗോവിന്ദനും ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, മോളെന്താ ഇവിടെ, നിന്നോട് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞല്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കനക ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അമ്മേ ഞാനിപ്പോൾ വന്നത് അതിനല്ല, ഈ വിവാഹ നിശ്ചയം നടക്കില്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഉൾപ്പെടെ എല്ലാവരും ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. അതെന്താ മോളെ, മോളെന്താ ഈ പറയുന്നേ, എന്താ ഈ വിവാഹ നിശ്ചയം നടത്തിയാലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ വേണു പറയുന്നുണ്ട്, ഈ വിവാഹ നിശ്ചയമേ നടക്കില്ല, അത് നടത്താനൊട്ട് ഞങ്ങൾ സമ്മതിക്കത്തുമില്ല. ഇങ്ങനെ ഒരു വിവാഹ നിശ്ചയം രഹസ്യമായി ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ട് വന്നത്. സ്ഥലം എസ്ഐക്ക് അതിൽ ആക്ഷൻ എടുത്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ നന്ദുമാഡം ഇവിടെ വന്ന് ഈ വിവാഹ നിശ്ചയം നടക്കില്ലെന്ന് പറഞ്ഞത്. അല്ലെങ്കിലും അതെങ്ങനെ ശരിയാകും? എന്റെ മോളുടെ കഴുത്തിൽ ഇപ്പോഴും ഇവൻ കെട്ടിയ താലി കിടപ്പുണ്ട്. നിയമപരമായി ഇതുവരെ ഇവര് ഡിവോഴ്സ് ആയിട്ടുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ വിവാഹ നിശ്ചയം നടത്തുന്നത് തെറ്റല്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു പരാതി കൊടുത്തെന്നൊക്കെ വേണു അവനേരകം പറയുക കേട്ടോ. ഇവൻ പറഞ്ഞതൊക്കെ ശരിയാണ് നന്ദു എന്നിങ്ങനെ നമ്മുടെ ആദർശ നയനയും കൂടെ ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അതേ ചേച്ചി, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇങ്ങനൊരു പരാതി കിട്ടിയാൽ അതിലെനിക്ക് ആക്ഷൻ എടുത്തല്ലേ പറ്റുള്ളൂ. അനിക്കെതിരെയാണ് അനാമിക കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിവാഹ നിശ്ചയം നടത്താൻ സാധിക്കില്ല. അനി എനിക്ക് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഇവർ തമ്മിലുള്ള കേസ് ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെയുള്ളപ്പോൾ ഈ വിവാഹ നിശ്ചയം നടത്തുന്നത് നിയമപരമായി തെറ്റ് തന്നെയാണ്. അതിലെനിക്കൊന്നും ചെയ്യാനാവില്ല, എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ വീണ്ടും നന്ദു ഒന്നും കൂടെ പറഞ്ഞിട്ട് അനി അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ അനിക്കാണെങ്കിൽ ലോട്ടറി അടിച്ച് സന്തോഷമാണ്. ഈ വിവാഹ നിശ്ചയം എങ്ങനെയെങ്കിലും മുടങ്ങണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അനി. ഈ വിവാഹ നിശ്ചയം എങ്ങനെയെങ്കിലും മുടങ്ങണമല്ലോ, അതിനുവേണ്ടി ഒരു വഴി അന്വേഷിച്ചിട്ട് കിട്ടാതെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതുപോലൊരു സംഭവം നടക്കുന്നത്. എന്തായാലും നവിയുടെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും നവി തന്നെ ഇക്കാര്യത്തിൽ മുന്നിട്ടിറങ്ങിയോണ്ട് ഈ വിവാഹ നിശ്ചയം ഉഴപ്പിക്കളയാൻ നവിക്ക് സാധിച്ചു. തന്നെയും തന്റെ കുഞ്ഞിന്റെയും ജീവിതം വെച്ച ഇവരൊക്കെ കളിച്ചത്. അതുകൊണ്ട് ഇവരെ ഒന്നും വെറുതെ വിടാനാവില്ല. ഇവർക്ക് എങ്ങനെയൊക്കെ പണി കൊടുക്കാവോ അതുപോലുള്ള പണികളെല്ലാം ഞാൻ കൊടുത്തിരിക്കും. ഈ വീട്ടിലെ അത്രത്തോളം വിഷമിച്ച് ഞാൻ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്, ഇവരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ അഭിനയിച്ച് നിൽക്കുന്നത് ഇവരുടെ തകർച്ച കാണാൻ വേണ്ടി തന്നെയാണ്. ഇനി ഒരിക്കലും ഇവരാരും സന്തോഷിക്കാൻ പാടില്ല. അതുപോലെ ഇവരില്ലാതായി പോകണം.
ബാക്കിയുള്ളവരുടെ സന്തോഷം തല്ലിക്കെടുത്താൻ നോക്കുന്ന ഇവരാണ് ആദ്യം ഇല്ലാതാകേണ്ടത്. അതുകൊണ്ട് ഇവർക്ക് എന്തൊക്കെ പണി കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ കൊടുത്തിരിക്കും എന്ന് തന്നെയാണ് നവ്യ മനസ്സിൽ വിചാരിക്കുന്നത്. എന്തായാലും നന്ദു അവിടുന്ന് അനിയൻ കൂട്ടിക്കൊണ്ട് പോയതിനു ശേഷം വിവാഹ നിശ്ചയം മുടങ്ങിയ സങ്കടത്തിലാണ് കേട്ടോ എല്ലാവരും ഇരിക്കുന്നത്. അവന്തികയാണെങ്കിൽ ആകെ കരച്ചിലാണ്. അവന്തികയെ സമാധാനിപ്പിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ നയനയും ഒക്കെ കൂടി. അപ്പോൾ നവ്യ ഇതൊന്നും കണ്ടിട്ട് വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ലായേ. അപ്പോഴേക്കും അഭി പറയുന്നുണ്ട്. അപ്പോഴേക്കും അഭി നന്ദുവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുക. മിക്കവാറും ഈ വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് അവൾ തന്നെയായിരിക്കും ഇങ്ങനെ ഒരു പരാതി ഇവരെ കൊണ്ട് കൊടുപ്പിച്ചത്. അങ്ങനെയല്ലെങ്കിൽ ഈ വിവാഹ നിശ്ചയത്തിന്റെ കാര്യം അവരറിഞ്ഞപ്പോൾ തന്നെ വന്ന് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടതല്ലായിരുന്നോ? എന്നിട്ടും തക്ക സമയത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. ഈ വിവാഹ നിശ്ചയം മുടക്കിയതേ അവളാ, ആ നന്ദു, അവൾ തന്നെ ഇതിന്റെ പിന്നിൽ കാരണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ജലജ അഭിയും കൂടി കനകയുടെയും ഗോവിന്ദന്റെ ഒക്കെ മുമ്പിൽ വെച്ച് നന്ദുവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ആ സമയത്ത് തന്നെ അനാമികയും വേണും രേവതിയൊക്കെ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുരോഹിതനെയൊക്കെ അവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ ഒറ്റയൊരുത്തിയാ എൻ്റെ മോളുടെ ജീവിതം ഇല്ലാതാക്കിയത്. അവളും അനിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നല്ലോ. അവരുടെ ബന്ധത്തെ ആരും അനുകൂലിക്കാത്തതുകൊണ്ടേ അവർക്ക് തമ്മിൽ ഒന്നിക്കാൻ സാധിക്കുന്നില്ല. അതിന് അവൾ എൻ്റെ മോളുടെ ജീവിതം വെച്ചാ കളിച്ചത്. എൻ്റെ മോളുടെ വിവാഹ നിശ്ചയം മുടങ്ങിയത്. എൻ്റെ മോൾക്ക് ഇപ്പം എന്തോരം വിഷമമായിട്ടുണ്ടാകും. അവൾ കരഞ്ഞോണ്ട് ആ റൂമിലേക്ക് കയറി പോയത് എന്നൊക്കെ പറഞ്ഞ് ജലജ ഭയങ്കര ഒച്ചയൊക്കെ എടുക്കുകയാണ്. എല്ലാവർക്കും ദേഷ്യം നന്ദുവിനോടും അനാമികയോടും വേണുവിനോടും രേവതിയോടുമാണ്. അവർ 4 പേരുമാണല്ലോ ഈ വിവാഹ നിശ്ചയം മുടക്കാൻ പ്രധാനപ്പെട്ട കാരണക്കാര്. അപ്പൊ അവരോടുള്ള ദേഷ്യമാണ് എല്ലാവരുടെയും സംസാരത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും. എന്തായാലും മുത്തച്ഛനോടും മുത്തശ്ശിയോടും ഒക്കെ ആയിട്ട് കനകയും ഗോവിന്ദനും അതുപോലെ നയനയും ആദർശവും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്. അനാമികയും വേണുവും രേവതിയൊക്കെ കൂടി ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കൊണ്ട് കൊടുത്തുകൊണ്ട് സ്ഥലം എസ്ഐയായ നന്ദുവിന് അതിലൊരു ആക്ഷൻ എടുത്ത് അന്വേഷിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കാം അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. എന്തായാലും നന്ദുവിനെ ഇതിൽ കുറ്റം പറയാൻ പറ്റില്ല. നന്ദു അങ്ങനെ വിചാരിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ കനകയും ഗോവിന്ദനൊക്കെ പറയുകയാണ് കേട്ടോ. എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഇത് വലിയൊരു നാണക്കേട് പോലെ തന്നെയാണ് തോന്നുന്നത്. അവരും വലിയ അഭിപ്രായം ഒന്നും പറയാൻ നിൽക്കുന്നില്ല. അങ്ങനെ കനകയും ഗോവിന്ദനും അവിടുന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം അവന്തിക ഈ വിവരങ്ങളൊക്കെ വിളിച്ച് നാഗേന്ദ്രനോട് പറയുകയാണ്. ആ സമയത്ത് അവന്തികയുടെ അടുത്ത് അഭിയും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയാണ് നാഗേന്ദ്ര ഈ വിവരങ്ങളൊക്കെ അറിയിക്കുന്നത്. അങ്ങനെ നാഗേന്ദ്രയോട് അവന്തികയും അഭിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജലജ കാണാൻ ഇടയാവുകയാണ് കേട്ടോ. ജലജയെ കാണുമ്പോഴേക്കും തന്നെ അവന്തിക ഫോൺ കട്ടൊക്കെ ചെയ്തിട്ട് അഭിയോട് സംസാരിക്കും പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജലജയ്ക്ക് കാര്യം മനസ്സിലായി. നേരത്തെ അഭിയും ഇതുപോലെ കള്ളത്തരം പറഞ്ഞ് നാഗേന്ദ്രയുമായിട്ട് ഒരു ബന്ധവുമില്ല, അയാളെ കണ്ടിട്ടില്ല, അയാളോട് സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണല്ലോ ജലജയുടെ അടുത്ത് കള്ളം പറഞ്ഞു നിന്നത്. അപ്പോൾ അത് വെറും കള്ളമായിരുന്നു എന്നും തന്നെ ചതിക്കുകയായിരുന്നു എന്നൊക്കെയുള്ളത് മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് ജലജ അഭിയോട് പറഞ്ഞായിരുന്നു അവന്തിക ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല, അവളിപ്പോൾ ഇവിടെയുള്ളവരുടെ കൂട്ടത്തിലാണ്, എന്തായാലും അവൾ അങ്ങനെ ഒരു ചതി ചെയ്യില്ല, അവൾ അങ്ങനെ ഒരു കള്ളം പറയില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. അഭിയേക്കാളും മുമ്പേ നാഗേന്ദ്രയുമായിട്ട് ബന്ധം കൂടിയതും അവർ തമ്മിലാണ് കൂടുതൽ അടുപ്പമുള്ളതെന്നൊക്കെയുള്ളത് ജലജ ആ നിമിഷമാണ് അറിയുന്നത്. അതറിയുമ്പോഴേക്കും ജലജയ്ക്ക് അതൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ജലജ അങ്ങോട്ടേക്ക് വന്നിട്ട് വലിയ വായിൽ കിടന്ന് ഒച്ചയെടുക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? നിങ്ങളിപ്പോൾ വിളിച്ച് സംസാരിച്ചത് അയാളെയല്ലേ? അപ്പോൾ നിങ്ങളെന്നെ മനഃപൂർവ്വം വിഡ്ഢിയാക്കുമായിരുന്നു അല്ലേ? ഇത്രയും നാളും ഞാൻ ജീവിച്ചത് നിങ്ങൾക്ക് വേണ്ടിയല്ലായിരുന്നോ? നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇത്രയും നാളും ഈ അപമാനങ്ങളെല്ലാം സഹിച്ച് ഇവിടെ കടിച്ചു തൂങ്ങിയത്? എന്നിട്ടും നിങ്ങൾ എന്നെ ഇത്ര നാളും കബളിപ്പിക്കുകയായിരുന്നു അല്ലേ? ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതെനിക്ക് താങ്ങാവുന്നതിലപ്പുറമായിപ്പോയി. നീ പൊറുക്കാൻ പറ്റാത്ത പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഞാൻ അതെല്ലാം ക്ഷമിച്ചു. നിങ്ങളുടെ കൂടെ തന്നെ നിന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ പൊരുതി നിന്നു. എന്നിട്ടും നിങ്ങൾ എന്നെ ചതിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജലജ ഭയങ്കര ഒച്ചയിൽ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും അവന്തിക പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് ഒച്ചെടുക്കുന്നത്? ഇങ്ങനെ ഒച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അമ്മ പറഞ്ഞത് ശരിയാ. ഞാൻ വിളിച്ചത് അച്ഛനെ തന്നെയാ. അച്ഛനെ വിളിക്കാനുള്ള അവകാശം എനിക്കില്ലേ? എന്നെ ജനിപ്പിച്ച അച്ഛനെ വിളിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? അച്ഛനും അമ്മയും തമ്മിൽ എന്താ പ്രശ്നമൊന്നും എനിക്കറിയില്ല. അച്ഛൻ പറയുന്നത് അമ്മയുടെ ഭാഗത്താ തെറ്റെന്നാ. അമ്മയാണ് അച്ഛനെ ചതിച്ചതെന്ന്. അതെങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അതേപ്പറ്റി ഞങ്ങൾ അന്വേഷിക്കാനും വരുന്നില്ല. പക്ഷെ ഒരു കാര്യം അമ്മ ഓർക്കണം, അന്ന് അച്ഛനെ ഇവിടെ നിന്ന് മുത്തച്ഛൻ അടിച്ചിറക്കുമ്പോൾ അച്ഛൻ വെറും പൂജ്യമായിരുന്നു. അച്ഛൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. പക്ഷെ അച്ഛൻ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് ഒരു കോടീശ്വരനായിട്ടാ. ഇവിടെ ഉള്ളവരുടെ അത്രയും ആസ്തി ഇല്ലെങ്കിലും അതിനോടൊപ്പം എത്താനുള്ള കാശ് അച്ഛൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഒരു കോടീശ്വരനായിട്ടല്ലേ അച്ഛൻ തിരിച്ചു വന്നിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അച്ഛൻ്റെ കൂടെ നിന്നെന്നും പറഞ്ഞ് എന്താ അമ്മേ കുഴപ്പം? എന്തും ഇവരുടെ അടിമകളെ പോലെ ഇവരുടെ ഔദാര്യം പറ്റി ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങളുടെ അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചല്ലേ അമ്മേ, അത് അനുഭവിക്കാൻ ഞങ്ങൾക്ക് യോഗമില്ലേ എന്നൊക്കെ ഇങ്ങനെ അവന്തിക ചോദിക്കുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, വേണ്ട അയാളുടെ ഒരു സഹവാസവും വേണ്ട. ഇത്രയും നാളും നിങ്ങളെ നോക്കിയതും നിങ്ങൾക്ക് ചെലവിന് തന്നതും നിങ്ങളെ പഠിപ്പിച്ചതും ഈ നിലയിൽ എത്തിച്ചതുമെല്ലാം ഞാനും ഇവിടെ ഉള്ളവരും അല്ലേ. ഇനി അങ്ങോട്ടേക്കും നിങ്ങൾക്ക് അവർ മതി. വേറെ ആരും നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൂട്ടാൻ നോക്കണ്ട. പ്രത്യേകിച്ച് നിങ്ങളുടെ അച്ഛനെന്ന് പറയുന്ന ആ നാഗേന്ദ്രയെ. അയാളുടെ പേര് കേൾക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. അതുപോലെ ദ്രോഹം അയാൾ ഞങ്ങളോട് ചെയ്തത്. എനിക്ക് മാത്രമല്ല ഈ തറവാട്ടിലുള്ള ആർക്കും അയാൾ ഇഷ്ടമല്ല. അത്രയ്ക്ക് നീചകനാ അയാൾ ഇപ്പൊ കുറെ കാശുമായി വന്ന് നിങ്ങളെ എൻ്റെ അടുത്തുനിന്ന് പിരിക്കാനാണ് നോക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ കാശ് കണ്ട സ്വന്തം പെറ്റ നള്ളയെ പോലും വേണ്ടല്ലോ അല്ലേ?
എല്ലാം എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത് നിങ്ങളെന്നെ ചതിക്കുമായിരുന്നു എന്ന്. എത്ര നാളായി അയാളുടെ ഒപ്പം കൂടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജലജ ചോദിക്കുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, അമ്മേ അതൊക്കെ എന്തിനാ അമ്മ അറിയുന്നത്? പണ്ടത്തെ കാര്യങ്ങളൊക്കെ എന്തിനാ അമ്മ ഇപ്പം നമ്മൾ നോക്കാൻ നിൽക്കുന്നത്? അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, ഇനിയുള്ള കാര്യം നമ്മൾ നോക്കിയാൽ പോരെ? മനുഷ്യരല്ലേ, തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. അന്ന് അച്ഛൻ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി, അത് നമ്മൾ ക്ഷമിക്കാൻ തയ്യാറായ ഒരു പ്രശ്നവും. അച്ഛനും അമ്മയും ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയാൽ പിന്നെ എന്താ പ്രശ്നമുള്ളത്? ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഇനിയുള്ള കാലം കോടീശ്വരന്മാരായിട്ട് ജീവിക്കത്തില്ല അമ്മേ എന്നൊക്കെ ഇങ്ങനെ അഭി ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, നീ ഇതൊക്കെ പറയൂടാ, നീ ഇതും പറയും ഇതിന്റെ അപ്പുറവും പറയും. എനിക്കറിയാം നിന്നെ, കാശ് കണ്ടാ മലക്ക് മറിയുന്ന സ്വഭാവമാണ് നിന്റെയും. എല്ലാം എനിക്ക് മനസ്സിലായി. എന്തായാലും നിങ്ങളൊരു കാര്യം ഓർത്തോ, അയാളുമായിട്ട് ഒത്തുപോകാൻ എനിക്കാവില്ല. അയാളുടെ പേര് പറയുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല, പിന്നെയല്ല അയാളുടെ കൂടെ ജീവിക്കുന്നത്. അതിലും ഭേദം ഞാനങ്ങ് മരിക്കുന്നതാ. ഒരു കാര്യം ചെയ്യ്, രണ്ടുപേരും കൂടെ എന്നെ അങ്ങ് കൊല്ല്, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ അച്ഛൻ്റെ കൂടെ പൊക്കോ, എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ കിടന്ന് പിന്നെ ഉറഞ്ഞുള്ളിയാട്ടോ. അപ്പോൾ ഈ ജലജയുടെ സംസാരമൊക്കെ കേട്ടോണ്ട് തന്നെ താഴേന്ന് ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. ആദ്യം ആദർശ് നയനയും അതുപോലെ നവ്യയും മുത്തശ്ശനും മുത്തശ്ശിയും ജാനകിയും ജയനും അജയനും ദേവയാനും എല്ലാവരും എത്തുകയാണ്. അവരെല്ലാവരും തന്നെ ഈ വിവാഹ നിശ്ചയം മുടങ്ങിയ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ജലജ ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നതും. എന്തായാലും ബാൽക്കണിയിലോട്ട് ഇവരെല്ലാരും കൂടെ വരുന്നത് ഇവരെ ശ്രദ്ധിക്കുന്നുമില്ല. ജലജ പറയുന്നുണ്ട്, ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ അയാളെ വിളിക്കാനോ അയാളെ കാണാനോ അയാളുടെ കൂടെ മിണ്ടാനോ നിന്നേക്കരുത്. അങ്ങനെയാണെങ്കിൽ ഈ അമ്മയെ നിങ്ങളങ്ങ് മറന്നേക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അവന്തിക പറയുന്നുണ്ട്, അമ്മ ഈ പറയുന്നതിൽ എന്ത് ന്യായമാ ഉള്ളത്? ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾക്ക് കാണണ്ടേ, മിണ്ടണ്ടേ? ഇത്രയും നാളും അച്ഛന്റെ സ്നേഹവും വാത്സല്യം കിട്ടാതെയല്ലേ ഞങ്ങളും ജീവിച്ചത്. ഇനിയെങ്കിലും ഞങ്ങൾ അച്ഛന്റെ സ്നേഹമൊക്കെ അനുഭവിച്ച് ജീവിക്കണ്ടേ? അമ്മ എന്തൊക്കെ പറഞ്ഞാലും അച്ഛനെ ഉപേക്ഷിക്കാനോ അച്ഛനോട് വഴക്കിട്ട് മാറി നിൽക്കാനോ ഞങ്ങൾക്ക് ആവില്ല. അച്ഛൻ വിളിച്ചാൽ ഞങ്ങൾ അച്ഛൻ്റെ കൂടെ പോവുകയും ചെയ്യും. അച്ഛനെ തള്ളി പറയാൻ ഞങ്ങൾക്ക് ആവില്ല. എന്തായാലും അറിഞ്ഞിടത്തോളം അച്ഛൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, അമ്മയുടെ ഭാഗത്താ തെറ്റെന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ എന്തിനാണ് അച്ഛനെ വെറുക്കുന്നത്? അല്ലെങ്കിൽ അന്ന് എന്താ ശരിക്കും സംഭവിച്ചെന്നുള്ളത് അമ്മ തന്നെ ഇവിടെ വെളിപ്പെടുത്തേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ അവന്തിക പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, നീ അച്ഛാന്ന് വിളിക്കുന്നുണ്ടല്ലോ, എന്നാൽ നീ ഒരു കാര്യം കേട്ടോടി, അത് നിന്റെ സ്വന്തം അച്ഛനല്ല, നിന്നെ ജനിപ്പിച്ചത് അയാളല്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവന്തിക ചോദിക്കുന്നുണ്ട്, അമ്മേ എന്താ അമ്മ ഈ പറയുന്നത്? അബിക്കും ആകെ ഷോക്കാവുകയാണ്. എന്നാൽ ഇത് കേട്ടോണ്ട് നിൽക്കുന്ന ബാക്കി എല്ലാവരും ഇങ്ങനെ ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അതേടി, അയാൾ നിന്റെ അച്ഛനല്ല, അയാൾക്കുണ്ടായ മകളല്ല നീ. ഇനി മേലാ നീ അയാളെ അച്ഛാന്ന് വിളിക്കരുത്, അയാളുടെ ചോരയല്ല നീ, അത് നീ ആദ്യം മനസ്സിലാക്കിക്കോ. അങ്ങനെ ജലജയുടെ വായിന്ന് വീഴുന്ന ആ നഗ്ന സത്യം കേട്ട് എല്ലാവരും ആകെ ഷോക്കായി നിൽക്കുകയാണ്. അപ്പോൾ നാഗേന്ദ്രയെ പോലെ തന്നെ ജലജയും ഒരു പക്ക ഫ്രോഡാണെന്നും ജലജയുടെ വഴിവിട്ട ബന്ധത്തിലോട്ടുണ്ടായ മകളാണ് അവന്തിക എന്നുള്ള കാര്യങ്ങൾ അവിടെയുള്ള എല്ലാവരും മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ സങ്കടം സഹിക്കാനാവാതെ ഈ വിവരങ്ങളെല്ലാം തന്നെ അബിയും അവന്തികയും കൂടെ നാഗേന്ദ്രൻ്റെ അടുത്ത് പറയുമ്പം നാഗേന്ദ്രയ്ക്കും അത് ഭയങ്കര ഷോക്കാണ്. ഇത്രയും നാളും അവന്തിക തൻ്റെ ചോരയാണെന്നാണ് നാഗേന്ദ്രൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം ആ ഒരു രഹസ്യവും കൂടെ ചുരുളഴിഞ്ഞിരിക്കുകയാണ്. അവന്തികയ്ക്ക് ജന്മം നൽകിയത് മറ്റൊരാളാണെന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ബോധ്യമായതോടുകൂടി അവന്തിക ആകെ ധർമ്മസങ്കടത്തിലും അതുപോലെ തന്നെ അവന്തികയ്ക്ക് ജലജയോടും ഭയങ്കര ദേഷ്യവും വെറുപ്പായി തുടങ്ങിയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ജലജയുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റ് മുത്തശ്ശനും മുത്തശ്ശി ഉൾപ്പെടെ അനന്തപുരിയിലുള്ള എല്ലാവരും തിരിച്ചറിയുകയാണ്. അങ്ങനെ ജലജ എല്ലാ തരത്തിലും തകർന്ന് നാറിയിരിക്കുകയാണ്. ജലജയും ഇതുപോലെ വഴിവിട്ട് നടന്നവളാണെന്നുള്ള സത്യം ഇപ്പോഴാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. അങ്ങനെ വിവാഹ നിശ്ചയം മുടങ്ങുകയും വലിയൊരു രഹസ്യം ചുരുളഴുകയും ചെയ്ത സന്തോഷത്തിലാണ് നമ്മുടെ നവ്യ. എന്തായാലും നവ്യ ഇവരുടെ പതനമാണല്ലോ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്, അതൊക്കെ പടിപടിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ഇവനും ഇവൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് സന്തോഷിച്ചിരിക്കുകയാണ് നവ്യ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്